ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ന്യൂസ് 18 കേരളത്തോടൊപ്പം ചേരുകയാണ്. എന്താണ് ബി.ജെ.പി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ലക്ഷ്യമിടുന്നത്? ആ ലക്ഷ്യം കൈവരിക്കുവാനുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ശ്രീ രാജീവ് ചന്ദ്രശേഖർ, നമസ്കാരം. എന്തായാലും വലിയ തിരക്ക് പിടിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഓട്ടം എന്ന് തന്നെ പറയാം. ബി.ജെ.പി. കൃത്യമായിട്ട് എത്ര സീറ്റുകൾ, അതിനൊരു നമ്പർ പോലും ഉണ്ടാവുമല്ലോ, എത്ര സീറ്റുകൾ ലക്ഷ്യമിടുന്നുണ്ട് കേരളത്തിൽ ഇത്തവണ? അങ്ങനെ നോക്കൂ, എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, പക്ഷേ ഇതിൻ്റെ ഉത്തരം ഒരു സെയിം ആൻസറാണ്. കാരണം 140 സീറ്റിൽ NDA മത്സരിക്കുന്നുണ്ട്. അത് BJP മാത്രമല്ല, BJP 2020 BDJs മത്സരിക്കുന്നുണ്ട്. ഞങ്ങൾ മത്സരിക്കുന്നത് ഈ ഇലക്ഷനിൽ ഞങ്ങൾ കാൻഡിഡേറ്റ് നോക്കിയാൽ എല്ലാം സ്ഥാനാർത്ഥികൾ ഒരു കോമ്പറ്റീറ്റീവ് സ്ഥാനാർത്ഥികളാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ സീറ്റിലും ഞങ്ങളൊരു മെസ്സേജ്, ഞങ്ങളൊരു കാഴ്ചപ്പാട്, ഒരു ജനകീയ ഒരു കാൻഡിഡേറ്റ് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാൻ ഇന്ന് കഴിയില്ല ഇത് 140 സീറ്റ് ജയിക്കുകയോ 100 സീറ്റ് ജയിക്കുകയോ 20 സീറ്റ് ജയിക്കുകയോ 40 സീറ്റ് ജയിക്കുകയോ, ഇത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. പക്ഷേ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ ഒരു കൃത്യമായ ഒരു മാറ്റത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം കാൻഡിഡേറ്റ്സ് എല്ലാം നന്നായി സെലക്ട് ചെയ്തിട്ട് ഒരു വിവാദം ഇല്ലാണ്ട് NDAൻ്റെ കാൻഡിഡേറ്റ്സ് പ്രഖ്യാപിച്ചു. ഇനി വരാൻ പോകുന്ന ഒരു 15 ദിവസം ഞങ്ങൾ വീട് വീട് കയറി ഞങ്ങളുടെ വികസന സന്ദേശം, ഞങ്ങളുടെ കാഴ്ചപ്പാട് ഞങ്ങളോട് പറയും. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും ഈ 140 സീറ്റിൽ 100 വോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു, 100 ജയിക്കില്ല? കാരണം കേരളത്തിൽ ഇപ്പോൾ ആരോട് ചോദിച്ചാലും, ഞാനിപ്പോൾ ധർമ്മടം പോയി, പരവൂർ പോയി, ഇതെല്ലാം കോട്ടകളല്ലേ, അവിടെ പോകുമ്പോഴും കാണുന്നുണ്ടല്ലോ അനാസ്ഥ, വികസനമില്ലായ്മ. അവിടെയും എത്രയോ പേര് വന്ന് പരാതികൾ തരുന്നു. അപ്പോൾ ജനങ്ങൾ എവിടെ നോക്കിയാലും ജനങ്ങൾ പറഞ്ഞത് മതിയായി, ഇനി മാറ്റം വേണം എന്ന് പറയും. മാറ്റം വേണമെന്ന് പറയുമ്പോൾ LDFന് പകരം UDF അങ്ങനെ ഒരു ഓപ്ഷൻ ആണല്ലോ വരികയുള്ളൂ. പക്ഷേ UDFന്റെ പകരം ആരാ? പക്ഷെ അതൊരു 71 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താറായിട്ടില്ല. അല്ല, അത് ഒരു തിയറി. കാരണം ഞാൻ പറഞ്ഞത് ആ തിയറി ഈ ഇലക്ഷൻ പൊളിക്കും. ഇത് ആയിരുന്നു കൺവെൻഷണൽ പോളിറ്റിക്സ്. LDF വീഴുമ്പോൾ UDF അതിന് ഗുണം കിട്ടും. UDF ബാർ സ്കാൻഡലെല്ലാം ചെയ്ത് അവർ താഴെ പോകുമ്പോൾ LDFന് ബെനിഫിറ്റ് കിട്ടും. പക്ഷേ ഇതാണ് ആദ്യമായ ഒരു എലക്ഷൻ. ഇതിലിപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഒരു നല്ല ശക്തമായൊരു NDA ഓൾട്ടർനേറ്റീവ് അവർക്ക് കാണാൻ കിട്ടുന്നുണ്ട്. പിന്നെ പണ്ട് കാലത്ത് NDAനെ കുറിച്ച് ഒരു നെറേറ്റീവ് ഉണ്ടായിരുന്നു, ഇവർ ജയിക്കില്ല, നല്ല ആൾക്കാരാണ്, ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ജനങ്ങളാണ്, പക്ഷേ അവർ ജയിക്കില്ല. അത് മാറിയല്ലോ ലോക്കൽ ബോഡി ഇലക്ഷൻ, ഞങ്ങൾ തലസ്ഥാനം പിടിച്ചല്ലോ. അപ്പോൾ ഞാൻ കാണുന്നത്, എൻ്റെ അഭിപ്രായമാണ്, ഞാനിപ്പോൾ രാഷ്ട്രീയ വിദ്വാനൊന്നുമല്ല, പക്ഷേ ജനങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്, സാമാന്യ ബുദ്ധിയുണ്ട്. ഞാൻ കാണുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് ഈ ഇലക്ഷനിൽ മാറും. എന്താണ് മാറ്റം? ഇൻകംബൻസി എന്ന് പറഞ്ഞ LDFൻ്റെ ഇൻകംബൻസി മാത്രമല്ല, LDFും UDFും പ്രകടമായിരിക്കുന്നത് LDFൻ്റെ ഇൻകംബൻസി ആണല്ലോ. LDF സർക്കാരിനെതിരെയുള്ള, പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം. അതപ്പോൾ അത് BJPയിലേക്കും UDFിലേക്കും പോവുകയാണെങ്കിൽ LDFനാണെന്ന് ഗുണം അല്ല. അത് ഞാൻ പറഞ്ഞില്ല, അതൊരു കൺവെൻഷണൽ ഒരു സൈക്കിൾ ആയിരുന്നല്ലോ. LDFൻ്റെ വീഴ്ചേൻ്റെ ഗുണം കിട്ടുന്നത് UDFന്, UDFൻ്റെ വീഴ്ചേൻ്റെ ഗുണം കിട്ടുന്നത് LDFിൽ. പക്ഷേ ഈ ഇലക്ഷനിൽ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന കൃത്യമായ ഒരു ഫാക്റ്റ് ഉണ്ട്. LDFും UDFും രണ്ടല്ല, ഒന്നാണ്. അതിൻ്റെ തെളിവ് ഞങ്ങൾ പറഞ്ഞു തന്നിട്ട്, ശബരിമല കൊള്ള, പിന്നെ കഴിഞ്ഞ 10 കൊല്ലം ഇവിടെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ആരാണ് ഇന്ത്യ അലയൻസിൻ്റെ 2 പാർട്ടീസ് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന 2 പാർട്ടീസ് CPM-ഉം കോൺഗ്രസ്സാണ്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ പറയുന്നുണ്ട്. ഒരു കൺവെൻഷണൽ പോളിറ്റിക്സിനെ പൊളിക്കാൻ അങ്ങനെ ഈസിയാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം താങ്കൾ തന്നെ പറഞ്ഞല്ലോ, ഇത് LDFൻ്റെ ആൻറ്റി ഇൻകംബൻസിൻ്റെ ഗുണം കോൺഗ്രസ്സിന് പോകണം എന്ന് പറയുമ്പോൾ അതായിരുന്നു ഇതുവരെ. അതിനെ മാറ്റാനാണ് ഞങ്ങൾ ഈ ഇലക്ഷൻ നോക്കുന്നത്, ശ്രമിക്കുന്നത്. പക്ഷേ അവിടെ ഒരു കാര്യമെന്ന് പറയുമ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുന്നത് ഒറ്റ വിഷയമാണ്, ഡീൽ എന്നുള്ള കാര്യം. അത് പ്രതീക്ഷിച്ചതാണോ BJP? CPM BJP ഡീലുണ്ട് എന്ന് UDF ആരോപിക്കും. അല്ല, അത് UDF ഉയർത്തിയ ഒരു ഇഷ്യൂ അല്ലേ 2 ദിവസം മുമ്പേ. അത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചോദിക്കണം. കാരണം ഒരു 10 ദിവസം മുമ്പേ ഞങ്ങളുടെ ക്യാമ്പയിൻ തുടങ്ങി. അത് നന്നായി വൈറലായ ഒരു ക്യാമ്പയിനാണ്. ഹോർഡിങ്ങും സോഷ്യൽ മീഡിയയിലും അത് ജനങ്ങൾ ഏറ്റെടുത്ത ക്യാമ്പയിനാണ്. അത് എന്താണ് ക്യാമ്പയിൻ? മതിയായി UDF LDF,
UDF LDF രണ്ടല്ല ഒന്നാണ്. ഇതാണ് ക്യാമ്പയിൻ. അതിൻ്റെ ട്രാക്ഷൻ കണ്ട് പേടിച്ചിട്ടാണ് ഈ ഒരു പുതിയ ഒരു ഹോട്ട് എയർ ബലൂൺ കോൺഗ്രസ് വിടുന്നത്. എന്താണ് ഹോട്ട് എയർ ബലൂൺ? അതിൽ ഒന്ന് പരിശോധിച്ചാൽ നോക്കാം എന്തൊരു ഡെസ്പറേഷനാണ്. ഹോട്ട് എയർ ബലൂൺ എന്താണ്? CPM ഉം BJP തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഇടുന്നത്. ഇതെന്താണ്? ഇതിൻ്റെ പിന്നിൽ എന്താണ് ബുദ്ധി? ആരാണ് ഇത് വിശ്വസിക്കാൻ പോകുന്നത്? തൊട്ടടുത്ത് തമിഴ്നാട്ടിലൊരു ഇലക്ഷൻ നടക്കുന്നുണ്ട്. അവിടെ CPM ഉം കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുന്നു, ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിക്കുന്നു. 27 സ്റ്റേറ്റിലും 8 യൂണിയൻ ടെറിട്ടറീസിലും ഒരുമിച്ച് മത്സരിക്കുന്ന 2 പാർട്ടിയാണ് കോൺഗ്രസും. ഓരോ സ്റ്റേറ്റുകളിലും ഓരോരോ എവിടെ 27 സ്റ്റേറ്റ്, എവിടെ ഓരോരോ സ്റ്റേറ്റ് വിഭിന്നമാണ്. കേരളത്തിൽ LDF അതിനിടയിൽ BJP വരുമ്പോൾ അതിപ്പോ കോൺഗ്രസ് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം അല്ലല്ല, അത് കോൺഗ്രസ് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കണം ഇല്ലല്ലോ. അവർ പറയുന്നു, ഓക്കെ, അത് അവരുടെ അവകാശമാണ്. ഈ നുണ പറയാൻ അവരുടെ അവകാശമാണ്. പക്ഷേ നമ്മൾ വിശ്വസിക്കണ്ടല്ലോ. അവർ തമ്മിൽ ഒരു അന്തർധാരണ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടല്ലേ കഴിഞ്ഞ 10 കൊല്ലം പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി ഒന്നും ചെയ്യാത്തത്, ഒന്നും പറയാത്തത്. സമരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. സമരം വിടുന്നു, അതിൽ ഓപ്റ്റിക്സ്. പക്ഷേ ഡിമാൻഡ് ഫോർ ഗ്രാൻസിൻ്റെ ഡിബേറ്റിൻ്റെ സമയത്ത് എന്തെങ്കിലും വിദ്യാഭ്യാസം മേഖലയെ കുറിച്ച് പറഞ്ഞോ? പക്ഷേ LDF മാറി ഞങ്ങൾ കയറണമെന്ന് UDF ആഗ്രഹിക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്? അവർ പറഞ്ഞത് ഞങ്ങൾക്ക് സർക്കാർ ഉണ്ടാക്കണമെന്നല്ല. അത് മാത്രമല്ല പറയുന്നു, 10 കൊല്ലം പ്രതിപക്ഷ പാർട്ടി ആവുമ്പോൾ പ്രതിപക്ഷ പാർട്ടീൻ്റെ ഒരു ഉത്തരവാദിത്വം അവർ ചെയ്തോ? ഇല്ല. 100% നിങ്ങൾ ഒന്നും പരിശോധിച്ച് നോക്കിക്കോളൂ. കാരണം ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായിരുന്നു, അതിനെ അപ്സെറ്റ് ചെയ്യേണ്ടതെന്നായിരുന്നു അവരുടെ ഒരു അഭിപ്രായം. പക്ഷേ ഇതൊരു ചെറിയ ഒരു കാര്യമല്ലല്ലോ, അല്ലെ? ഇപ്പൊ ഈ CPM BJP ഡീൽ എന്ന ആരോപണം അല്ല, അതിന്റെ വളരെ തന്ത്രപരമായിട്ട് തന്നെ അവർ അതിനെ കണ്ടിട്ടുണ്ട്. അത് നോക്കൂ, തെലങ്കാനയിൽ അത് ചെയ്ത കാര്യമാണ്. അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്, അവരുടെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ്. എന്താണ് തന്ത്രം? ഞങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ചോ ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യാൻ പാടില്ല. ശ്രദ്ധ തിരിച്ച് ഒരു പുതിയ ഇഷ്യൂ മാനുഫാക്ചർ ചെയ്യുക. എന്താണ് ഇഷ്യൂ? തെലങ്കാനയിൽ എന്താ ചെയ്തത്? BRS ഇൻകംബൻറ്റ് സർക്കാരായിരുന്നു, നല്ല ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു. ആ ആൻറ്റി ഇൻകംബൻസിൻ്റെ ഗുണം BJP കിട്ടുന്ന സ്ഥിതി കാണുമ്പോൾ കോൺഗ്രസ് ഒരു പ്രചരണം തുടങ്ങി. എന്താണ് പ്രചരണം? BRS BJPൻ്റെ B ടീമാണ്. എന്ത് നടന്നു? മൊത്തം മുസ്ലിം വോട്ട്, BRSന് കിട്ടുന്ന മുസ്ലിം വോട്ട് മൊത്തം കോൺഗ്രസിൽ പോയി. തെലങ്കാന സ്റ്റേറ്റിൻ്റെ ഫോർമേഷൻ ഒപ്പോസ് ചെയ്ത പാർട്ടി ആര്? കോൺഗ്രസ് പാർട്ടി. തെലങ്കാന ഉണ്ടാവാൻ പാടില്ല, രൂപീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പാർട്ടി ഈ നുണ പറഞ്ഞ് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ച് മുസ്ലിം വോട്ട് പിടിച്ച് BRSനെ പുറത്താക്കി BJPനെ ഓപ്പോസിഷൻ പാർട്ടിയിൽ ആക്കി. ഇതാണ് അവർ തന്ത്രം. പക്ഷേ ഇവിടെ അങ്ങനെ താങ്കൾ ഉദ്ദേശിക്കുന്ന മുസ്ലിം വോട്ടുകളാണ്. ഇവിടെ അങ്ങനെ CPM ഉം BJPയും തമ്മിൽ ഡീൽ എന്ന് കോൺഗ്രസ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിലേക്കും UDFിലേക്കും വരുമെന്ന് ഈ തന്ത്രം ഇറക്കിയവർ വിചാരിക്കുന്നു എന്നുള്ളതാണ്. അതെ, 100%. പക്ഷെ അങ്ങനെ ഇപ്പൊ മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാൽ അങ്ങനെയല്ല. സ്വാഭാവികമായിട്ടും മുസ്ലിം കമ്മ്യൂണിറ്റി BJP വരരുത് എന്ന് ആഗ്രഹിക്കും. അവർക്കറിയാം. ഇപ്പോൾ ഞാനൊരു കോൺഗ്രസ് പാർട്ടീൻ്റെ ഒരു ലീഡറാണ്, ആനലിസ്റ്റാണ്, അഡ്വൈസർ ആണെങ്കിൽ എൻ്റെ വോട്ട് എവിടുന്നാണ് വരാൻ പോകുന്നത്? മൈനോറിറ്റി വോട്ട് അല്ലേ കോൺഗ്രസ് പാർട്ടീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട്? എന്നിട്ടല്ലേ മറ്റേ വോട്ട് അവർ പിടിക്കാൻ പോകുന്നത്? ആ വോട്ട് അൺഷോർ ആവുമ്പോൾ ഇത് എവിടെ നോക്കിയാലും അവർ ചെയ്യുന്ന കാര്യമാണ്. ഉത്തർപ്രദേശിൽ, ഹരിയാനയിൽ, മഹാരാഷ്ട്രയിൽ ഇവരുടെ ആദ്യത്തെ പൊളിറ്റിക്കൽ തന്ത്രം എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയ തന്ത്രം എന്ന് പറഞ്ഞാൽ, എങ്ങനെയെങ്കിലും ഞങ്ങളാണ് ഈ BJPൻ്റെ എതിരെ നിങ്ങളെ സംരക്ഷിക്കാൻ പോകുന്ന ഒരു പാർട്ടി എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കും. എന്നിട്ട് ഓപ്പോസിഷൻ പാർട്ടിയാണ് BJPൻ്റെ ഒപ്പം എന്ന് പറയും. പക്ഷേ ഇവിടെ BJPക്ക് കേരളത്തിൽ ഇതുകൊണ്ടൊരു കുഴപ്പമുണ്ടാകുന്നില്ല. രാഷ്ട്രീയമായിട്ടുണ്ട്, കാരണം ഞങ്ങൾ സത്യസന്ധത ഇല്ലാത്തവരാണ് എന്നുള്ള ഇമേജ് വരും. പക്ഷേ ഈ വോട്ടുകളുടെ കാര്യം നോക്കുമ്പോൾ അത് നഷ്ടം സംഭവിക്കുക CPMനും LDFനുമാണ്. കാരണം മൈനോറിറ്റി സ്വാഭാവികമായിട്ടും അത് ഡിഫെൻഡ് ചെയ്യേണ്ടത് CPM അല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് ഞങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് CPMൻ്റെ ഒപ്പവും കോൺഗ്രസിൻ്റെ ഒപ്പവും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്ന ചാൻസേ ഇല്ല. കാരണം ഞങ്ങളുടെ പ്രവർത്തകരെ കൊന്നത്, എത്ര പ്രവർത്തകരെ കൊന്നിട്ടുണ്ട് CPM? കോൺഗ്രസ് പാർട്ടി, CPM ഉണ്ടായിട്ടുണ്ട്. അത് ഓക്കെ. പക്ഷേ അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ, ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമാണല്ലോ. പിന്നെ കോൺഗ്രസ് പാർട്ടിക്ക് അതൊരു നിസ്സാര ഇഷ്യൂ ആണ്. അവർക്കൊരു ഐഡിയോളജി ഒന്നുമില്ല. പ്രവർത്തകർ മരിച്ചാൽ ഓക്കെ, സാരില്ല. ഇത് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ. ഞാൻ ഏറെ ബഹുമാനത്തോട് റെസ്പെക്റ്റോട് പറയാണ്, എൻ്റെ റെസ്പോൺസിബിലിറ്റി പറയാണ്. കോൺഗ്രസ് പാർട്ടി
ഒരു നുണ ഉണ്ടാക്കുന്നൊരു ഫാക്ടറിയാണ്. കോൺഗ്രസ് പാർട്ടീൻ്റെ രാഷ്ട്രീയം എന്ന് പരിശോധിച്ചാൽ നുണയിൽ തുടങ്ങുന്നു, നുണയിൽ എൻഡ് ചെയ്യുന്നു. അവരുടെ മൊത്തം പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഇതാണ്. ഒരു കാര്യം നാടിനെ നന്നാക്കാൻ പറയില്ല, നാട്ടുകാരുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാക്കാൻ ഒന്നും പറയില്ല. വി ഡി സതീശൻ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചു കേട്ടിരുന്നു. അദ്ദേഹം ഉദാഹരണ സഹിതമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പാലക്കാട് അളക്കാമല്ലോ. അല്ല, ഒന്ന് പാലക്കാട്, പിന്നെ പത്തനംതിട്ടയിലെ 2 മണ്ഡലങ്ങൾ, 10 മണ്ഡലങ്ങൾ മൊത്തമുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഈ 3 എക്സാമ്പിൾ എടുക്കാം. പാലക്കാട് BJP ജയിക്കുന്നതിന് വേണ്ടി CPM ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ കൊണ്ടു നിർത്തി. അതേ സമയത്ത് പത്തനംതിട്ടയിൽ രണ്ട് മണ്ഡലം, റാന്നി എന്ന് പറഞ്ഞാൽ ശബരിമല സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ്. അവിടെ 2020 ആ സീറ്റ് കൊടുത്തു. അതുപോലെ കോന്നി, അവിടെ കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ 32,000 വോട്ടുകൾ നേടിയതാണ്. ഘടകകക്ഷിക്ക് ആ സീറ്റ് കൊടുത്തു. എന്തുകൊണ്ട്? അല്ല, ഇതിലും ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, കണക്റ്റിംഗ് ദ ഡോട്ട് ടു മേക്ക് എ സ്റ്റോറിയാണ്. ആദ്യമായിട്ട് ഞങ്ങളുടെ ഘടകകക്ഷി പാർട്ടി ഒരു സീറ്റ് ഡിമാൻഡ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവരുടെ ഒപ്പം ഇരുന്ന് ചർച്ച ചെയ്ത് BDJS 31 സീറ്റ് ചോദിച്ചു. 23 സീറ്റിൽ 22 സീറ്റിൽ ഞങ്ങൾ ഫൈനലൈസ് ചെയ്തു. അതിൽ കോന്നിയുണ്ട്. പക്ഷെ അവിടെ മത്സരിക്കുന്നത് BDJS കാൻഡിഡേറ്റ് ആണെങ്കിൽ അത് NDAൻ്റെ വർക്കായിരിക്കും. അവിടെ BJPൻ്റെ വർക്കും ഉണ്ട്, വർക്കേഴ്സും ഉണ്ട്. കാൻഡിഡേറ്റ് BDJSൻ്റെ ആണെങ്കിൽ അല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി വാഡ്ര മത്സരിക്കുമ്പോൾ അത് കോൺഗ്രസിൻ്റെ വോട്ടാണ് പിടിക്കുന്നത്. ഇത് ആരെ പഠിപ്പിക്കുന്നത്? വയനാട്ടിൽ കോൺഗ്രസിൻ്റെ പ്രിയങ്ക ഗാന്ധി വാഡ്ര ജയിക്കുന്നത് കോൺഗ്രസ് വോട്ട് കൊണ്ടാണോ? മുസ്ലിം ലീഗിൻ്റെ വോട്ട് കൊണ്ടല്ലേ? അപ്പോൾ അവിടെ ദുർബലമായ കാൻഡിഡേറ്റ് ആണോ പ്രിയങ്ക ഗാന്ധി വാഡ്ര? ഇതെല്ലാം വെറുതെ ഒരു ഹാഫ് ട്രൂത്ത് എടുത്തിട്ട് ഒരു ഫുൾ നുണ ഉണ്ടാക്കുന്ന ഒരു ശ്രമം. അതായത് കോന്നിയിൽ ഇപ്പോൾ BJP കാൻഡിഡേറ്റ് മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഞങ്ങളുടെ തന്ത്രം അതല്ലേ. ഞാൻ ഇവിടെ സർവേകൾ നടത്തുന്നുണ്ടല്ലോ, അങ്ങനെ വന്നിട്ടുണ്ടോ സർവേയിൽ? ഞങ്ങളുടെ തന്ത്രം ഞങ്ങൾ മനസ്സിലാക്കി പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ കാൻഡിഡേറ്റ് തീരുമാനിക്കുന്നത്. തൃപ്പൂണിത്തറ ഒരു പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളത് തോൽക്കാനാണ് 2020 കൊടുത്തിരിക്കുന്നത്. കാരണം നഗരസഭ പിടിച്ചതാണ് BJP. പിന്നെ അപ്പോൾ അസംബ്ലി അല്ലല്ലോ ഇനി പിടിക്കേണ്ടത്. അസംബ്ലി പിടിക്കാൻ ഞങ്ങളുടെ തന്ത്രം എന്ന് പറഞ്ഞാൽ 2020 സ്ഥാനാർത്ഥിയും BJPൻ്റെ ഗ്രാസ് റൂട്ട് വർക്കും ഗ്രൗണ്ട് വർക്ക് ചെയ്താൽ ഞങ്ങൾക്ക് ജയിക്കാൻ സാധ്യത കൂടുതൽ വർദ്ധിക്കും എന്ന് ഞങ്ങളുടെ ഒരു അഭിപ്രായം. പക്ഷെ BJPയുടെ സ്ഥാനാർത്ഥി വരുമ്പോൾ അതിന് കുറച്ചുകൂടി ഈ വർക്കേഴ്സിന്റെ അടുത്ത് താല്പര്യമുണ്ടാവും. കാരണം ഞാൻ ഇപ്പോൾ റാന്നിയിൽ വന്ന 2020 സ്ഥാനാർത്ഥി എന്താണ് പറഞ്ഞത്? ശബരിമല വിഷയം പറയില്ല എന്നാണ്. അങ്ങനെയല്ലല്ലോ, സ്വർണ്ണക്കൊള്ള പ്രധാനപ്പെട്ട വിഷയമല്ലേ BJPയുടെ? എന്തുകൊണ്ട് അതൊരു വീഴ്ചയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അത് ഒരു ലാക്ക് ഓഫ് ബ്രീഫിംഗ് ആയിരുന്നു. അത് ഞാൻ സംസാരിച്ചു, സാബു ജേക്കബിനോട് സംസാരിച്ചു. അവരൊരു പ്രസ് കോൺഫറൻസ് ചെയ്തു, അത് ക്ലാരിഫൈ ചെയ്തു. NDAൻ്റെ പൊസിഷൻ ഇന്ന് എന്താണ്? വികസിത കേരളം, വിശ്വാസ സംരക്ഷണം, സുരക്ഷിത കേരളം, ഇതാണ് ഞങ്ങളുടെ പൊസിഷൻ. അതിൽ ഒരു കാൻഡിഡേറ്റ് പറഞ്ഞാലോ മറ്റൊരു കാൻഡിഡേറ്റ് പറഞ്ഞില്ലെങ്കിൽ ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല. അപ്പോൾ ഞാനൊരു 3 ഉദാഹരണം തന്നാലോ CPM കോൺഗ്രസിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച്. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഞങ്ങൾ 40% വോട്ട് പിടിച്ചു. എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ എല്ലാ വോട്ടും പോയി CPMന് പോയി? ഓരോരോ ബൂത്തായിട്ട് ഞാൻ പറഞ്ഞുതരാം. അവർ ട്രാൻസ്ഫർ ചെയ്തു CPMലേക്ക്. പിന്നെ എൻ്റെ ലോക്സഭ ഇലക്ഷനിൽ എന്തുകൊണ്ട് CPMന് കിട്ടുന്ന വോട്ട് അവർക്ക് കിട്ടിയില്ല? എന്തുകൊണ്ട് കോൺഗ്രസിന് പോയി ആ CPMൻ്റെ വോട്ട്? ഇതെല്ലാം നോക്കൂ, പറയാൻ എനിക്കും പറയാം. പക്ഷേ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും LDFും UDFും തമ്മിലൊരു സഖ്യം ഉണ്ടാവില്ല BJPയെ തോൽപ്പിക്കാൻ. കാരണം അവർക്ക് രണ്ടുപേർക്കും പരസ്പരം തോൽപ്പിക്കേണ്ടിയിരിക്കുന്നു. ഓരോ സീറ്റും നിർണായകമാണ്. ഉദാഹരണത്തിന് പാലക്കാട് CPMന് BJP ജയിച്ചു വരുന്നതാണ് താല്പര്യം. കാരണം ഞങ്ങൾ ജയിക്കില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ UDF ജയിക്കേണ്ടതല്ല. അങ്ങനെ താങ്കൾ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ ഇങ്ങനെ പൊളിറ്റിക്കൽ എക്സ്പേർട്ടായിട്ട് കൺക്ലൂഡ് ചെയ്തു എന്ന് വിചാരിക്കും, പിന്നെ എന്നോട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ എന്താണ് നീ പറഞ്ഞത്? ഞങ്ങളും CPM തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങോ എങ്ങനെയാണ്? അതൊരു ചിലപ്പം 2 നേതാക്കൾ ഒരു കസേരയുടെ അപ്പുറം ഇപ്പുറം ഇരുന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കില്ല. പിന്നെ എന്താണ് അതല്ലാതെ? കാരണം അവരുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ സതീശൻ പറഞ്ഞ എന്താണ്? ഞങ്ങൾ 2 പാർട്ടീൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എന്നല്ല പറഞ്ഞത്. ഞാൻ 100% പറയുന്നു, ഞങ്ങൾ എന്ത് നടന്നാലും, ഞങ്ങൾക്ക് 0 സീറ്റ് കിട്ടിയാലും CPMൻ്റെ ഒപ്പം കോൺഗ്രസിൻ്റെ ഒപ്പം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ സാധ്യത മൊട്ട പൂജ്യമാണ്. കാരണം ഞങ്ങളുടെ ഐഡിയോളജി, ഞങ്ങളുടെ കാഴ്ചപ്പാടും അവരുടെ കാഴ്ചപ്പാടും അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങും തമ്മിൽ ഒരു കൺവേർജൻസും ഉണ്ടാവാൻ അതിൻ്റെ സാധ്യതയില്ല. ഇതൊരു പ്രചരണമാണ്.
ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇത് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്, അവരെ എലക്ഷൻ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. ഇത് തെലങ്കാനയിൽ നടന്നു, ഹരിയാനയിൽ നടന്നില്ല. തെലങ്കാനയിൽ നടന്നു, മഹാരാഷ്ട്രയിൽ അവർ ട്രൈ ചെയ്തു, നടന്നില്ല. ഇവിടെ ട്രൈ ചെയ്യുന്നു. ഇവിടെ ട്രാജഡി എന്താണ്? മാധ്യമ സുഹൃത്ത് അതിനെ പിടിച്ച് അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ നോക്കുന്നു. ഇത് എങ്ങനെയാണ് ഈ ഇലക്ഷൻ്റെ ഒരു ഇഷ്യൂ? ഈ ഇലക്ഷൻ്റെ ഇഷ്യൂ എന്താണ്? നാടിൻ്റെ പ്രശ്നങ്ങളല്ലേ ഈ ഇലക്ഷൻ്റെ ഇഷ്യൂ. ആരാണ് ഈ നാടിനെ നന്നാക്കാൻ സാധ്യതയും ആർക്കാണ് അതിൻ്റെ കഴിവും താല്പര്യം? അതല്ല ഇഷ്യൂ. വികസനമല്ലേ? ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ, ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഉള്ള ഒരു നാടിൽ എന്താണ് ഇത് എങ്ങനെ ഒരു ഇഷ്യൂ ആവുന്നത്? അതറിയാമല്ലോ, മൈനോറിറ്റി വോട്ട് കിട്ടുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ കിട്ടുന്നതിന് വേണ്ടിയാണ്. ആരാണ് ബി ജെ പിയെ നേരിടുന്നതിൽ ചാമ്പ്യൻ എന്ന ഇമേജ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് രീതിയിൽ അത് പ്രതിരോധിക്കും, ഏത് രീതിയിൽ ചെയ്യും. മറ്റൊരു കാര്യമുണ്ട്, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് UDF അവർ തന്ത്രപരമായ ഒരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്, വെൽഫെയർ പാർട്ടിയെ കൂടെ കൂട്ടി. അതിലെന്തുകൊണ്ട് ബി ജെ പി ഹൈലൈറ്റ് ചെയ്തില്ല? ബി ജെ പി അല്ല, അത് ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നു. പക്ഷേ എന്താണ് LDF അതിനെക്കുറിച്ച് സൈലന്റ്? അത് ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ? എന്തുകൊണ്ട് ലോക്കൽ ബോഡി ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞ് LDF ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞില്ല? എന്തുകൊണ്ടാണ് അത് ഞാൻ ചോദിക്കുന്നു. കാരണം ഇവർ രണ്ടുപേരും ഇപ്പോൾ ചെയ്യുന്നത് ജനങ്ങളുടെ വോട്ടിനല്ല അവരാവശ്യം, ഈ മുസ്ലിം വോട്ടിന് വേണ്ടി ഈ തന്ത്രങ്ങളാണ് ഇവർ കളിക്കുന്നത്. അപ്പോൾ CPM ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് ഉന്നയിക്കും വീണ്ടും ജമാഅത്തെ ഇസ്ലാമി വിഷയം? ഇല്ല, ഉന്നയിക്കില്ല. കാരണം ഈ ഇലക്ഷനാണ് ആദ്യമായിട്ട് ഒരു ഇലക്ഷൻ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാം ഒരുമിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. അവർ ആ മുസ്ലിം വോട്ട് കൺസോളിഡേറ്റ് ചെയ്തു എന്നാണ് LDFൻ്റെയും UDFൻ്റെയും ഒരു അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അവരിപ്പോൾ മുസ്ലിം വോട്ടിനെ അറ്റാക്ക് ചെയ്യുന്നില്ല, ജമാഅത്തിനെ അറ്റാക്ക് ചെയ്യുന്നില്ലല്ലോ LDF. അതെന്താണ് ജമാഅത്തെ ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യാത്തത്? കാരണം അവർക്കറിയാം ജമാഅത്തെ ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്താൽ മുസ്ലിം വോട്ട് കിട്ടാൻ പോകുന്ന മുസ്ലിം വോട്ട് അവർക്ക് കിട്ടില്ല. അപ്പോൾ ഇതൊരു ഫാക്റ്റാണ്. ഇതെല്ലാം ചെയ്യുന്നത് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നാടകം ചെയ്യുന്നതും, പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യുന്ന ഒരു നാടകം, കോൺഗ്രസ് BJPൻ്റെ B ടീം, എന്തിനാണ് നമ്മൾ തന്നെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചോദിക്കണം. ഈ പറയുന്ന ഈ മുസ്ലിം കൺസോളിഡേഷൻ അത് താങ്കളുടെ മണ്ഡലമായ നേമത്തും ഉണ്ടാവും, അത് മറികടക്കാൻ താങ്കൾക്ക് കഴിയുമോ? ഇല്ല, ഞാൻ ഈ മുസ്ലിം സഹോദരന്മാരോട് കൃത്യമായി ഞാൻ പറഞ്ഞത്, ഈ രണ്ട് പാർട്ടി നിങ്ങളെ വഞ്ചിക്കാൻ പോവുകയാണ്. ഇന്നും ആരാണ് ശരിക്കും മുസ്ലിംസ് ആണോ ക്രിസ്ത്യൻസ് ആണോ ഹിന്ദുസ്, ആരാണ് ശരിക്കും എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നത്? അത് BJP ആണ്. ഇന്നിപ്പോൾ മിഡിൽ ഈസ്റ്റിൽ വലിയ ഒരു ട്രാജഡിയും ഒരു ക്രൈസിസ് അല്ലേ? ആരാണ് സഹായിക്കാൻ പോകുന്നത്? നരേന്ദ്രമോദിജിൻ്റെ BJP സർക്കാരല്ലേ? അപ്പോൾ അവരോട് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങൾ മനസ്സിലാക്കണം, ഈ ട്രാപ്പിൽ നിങ്ങൾ പെട്ടാൽ, നിങ്ങളൊരു ഒരു വോട്ട് ബാങ്കായിട്ട് ഈ CPMൻ്റെ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കായി മാറിയാൽ ഗുണം നിങ്ങൾക്കായിരിക്കില്ല. നിങ്ങൾ അതിൽ പെടും, നിങ്ങൾ അതിൻ്റെ ഇരകളാവും. അത് ആവരുതെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഞങ്ങൾക്ക് വോട്ട് തരണ്ട, അല്ല ഞങ്ങൾക്ക് തരണ്ട, അങ്ങനെ നിങ്ങളുടെ തരണ്ടെങ്കിൽ തരണ്ട. പക്ഷേ ബ്ലൈൻഡായിട്ട് ഇവരുടെ ഈ ഭരണനാട്യം അതിൻ്റെ ഇരകളാവരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അതായത് ഒരിടത്ത് BJP ജയിക്കും എന്നൊരു തോന്നലുണ്ടായാൽ അത് മറ്റൊരു മുന്നണിയിലേക്ക് മാത്രമായിട്ട് വോട്ട് ചെയ്ത് BJP തോൽപ്പിക്കരുത്. അതാണ് മുസ്ലിം അത് ചെയ്തിട്ട് ആർക്കും ഗുണമുണ്ടാവില്ല. നിങ്ങൾ അവരുടെ ഇരകളായിട്ട് കണ്ടിന്യൂ ചെയ്യും, ഞങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ പ്രോബ്ലംസ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങളുണ്ടാവും. ആരാണെങ്കിലും ഞങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കും. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ഞങ്ങളെക്കുറിച്ച് വിഷം കയറ്റി നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഇവർ ഓരോരോ നാടകം ചെയ്യുമ്പോൾ അവരുടെ ട്രാപ്പിൽ പെടേണ്ടതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു കാര്യം കൊണ്ട് ഇപ്പോൾ മഞ്ചേശ്വരത്ത് BJPക്ക് അതൊരു അനുഗ്രഹമാണെന്ന് തോന്നുന്നു. SDP അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ BJP പറഞ്ഞു വരുന്ന കാര്യങ്ങൾ അവിടെ നള്ളിഫൈ ചെയ്തു പോവുകയാണ്. കാരണം അത് ദോഷം ചെയ്യുന്നത് ഒന്നുകിൽ UDFന് അല്ലെങ്കിൽ LDF. ഇതിൽ വിശ്വസിക്കുന്ന ആളല്ല. ഈ ഓവർ സ്മാർട്ട് തന്ത്രങ്ങളല്ലോ, ഇവിടെ നിർത്തി അവിടെ നിർത്തിയില്ല, ഞങ്ങളൊരു പ്രചരണം നടത്തുന്നത് പൊളിറ്റിക്സിൽ ഗെയിം കൂടിയാണ്. അല്ല, ഗെയിം ഞാൻ ഏറെ ബഹുമാനത്തോട് പറയുകയാണെ, ഈ ഗെയിമിൻ്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. കാരണം അതിൻ്റെ ഒരു റെലവൻസ് ഉണ്ടാകുന്ന സമയം ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഇൻഫർമേഷൻ കിട്ടുന്നില്ല, പേപ്പർ മാത്രം TV മാത്രം വായിച്ച് കേട്ട് മനസ്സിലാക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു പണ്ട് കാലത്ത്. ഇന്ന് എല്ലാവർക്കും YouTube ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, സത്യം കണ്ടുപിടിക്കാൻ 10,000 മാർഗങ്ങളുണ്ട്.
അപ്പോൾ അവരെല്ലാവരും കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ഈ ഗെയിമും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 3 പേര് ഒരേ പേര് ഇട്ടിട്ട് 3 സ്ഥാനാർത്ഥിനെ നിർത്തുക, അതെല്ലാം പണ്ട് കാലത്തെ ഒരു തന്ത്രങ്ങളായിരുന്നു. ഇന്ന് അത് നടക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്നെല്ലാം വോട്ടേഴ്സ്, എസ്പെഷ്യലി മലയാളി വോട്ടേഴ്സ്, കേരളത്തിലെ വോട്ടേഴ്സ് എൻലൈറ്റൻഡ് ആണ്. അവർക്കറിയാം അവരാവശ്യം എന്താണ്. മാറ്റം, വികസനം, ഒരു പുതിയ ഒരു വികസിത രാഷ്ട്രീയം, വികസനത്തിൻ്റെ രാഷ്ട്രീയം. 60% 70% ഡിസ്കഷൻ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ആവണം. ബാക്കി നിങ്ങൾ വിവാദങ്ങൾ ചെയ്തോളൂ. ഇപ്പോൾ സർവേ BJP ഓരോ ആഴ്ചയിലും നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓരോ ഘട്ടത്തിലും സർവേ ചെയ്യുന്നുണ്ട്. അതിലെന്താണ് കേരളത്തെ പറ്റി പ്രകടമായിരിക്കുന്നത്? ഇപ്പോൾ ഈ പറയുന്ന കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഏതിനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ? അല്ല, ഞങ്ങളൊരു സർവേ ഒരു 1-1.5 മാസം മുമ്പ് ചെയ്തപ്പോൾ 68% മലയാളീസ് ഫെഡപ്പാണ് UDF LDF-ന്. അതിൽ 68% പ്രോ BJP ND ആണെന്ന് പറഞ്ഞില്ല. പക്ഷേ ഈ വിവാദ രാഷ്ട്രീയത്തിൽ നിന്ന് ജനങ്ങൾ മടുത്തു എന്ന് 68% മലയാളി പറയുന്നുണ്ട്. അപ്പോൾ അതിൽ മുസ്ലിംസും ഉണ്ട്, ക്രിസ്ത്യൻസും ഉണ്ട്, ഹിന്ദുക്കളിപ്പോൾ 51% ഹിന്ദുസ് അല്ലേ ഉള്ളൂ ഈ നാട്ടിൽ. അപ്പോൾ ഇതിൽ എല്ലാവരും അതാണ് പറയുന്നത്. അത് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പറയുന്നത് ജനങ്ങളുടെ ആവശ്യമാണ് ഈ മാറ്റം. അവരാണ് പറയുന്നത് ഈ മാറ്റം വേണമെന്ന്. അവർ പറയുന്നു മതിയായി. അത് മതിയായി എന്ന് പറഞ്ഞിട്ടും അതേ പഴയ രാഷ്ട്രീയം, നോണയം, ഓരോരോ കുപ്രചരണം ചെയ്ത രാഷ്ട്രീയം ഇന്നും കോൺഗ്രസ് ചെയ്യുന്നു, അതും CPM ചെയ്യുന്നു. ഇപ്പോൾ വികസിത കേരളം എന്നുള്ളതാണല്ലോ BJP-യുടെയും NDA-യുടെയും അജണ്ട. പക്ഷേ ഇങ്ങനെ വികസിത കാര്യങ്ങളെ താങ്കൾ തന്നെ പറഞ്ഞിരുന്നു തുടക്ക സമയത്ത് വിവാദങ്ങളിലേക്ക് ഒന്നും ഈ പ്രചാരണ സമയത്ത് ഉണ്ടാവുകയില്ല എന്ന്. ഇപ്പോൾ ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA വേണമെന്നാണ്. ആ രീതിയിൽ ആവശ്യമുണ്ടോ? എല്ലാവർക്കും അഭിപ്രായമുണ്ട്, ഇത് നെഗറ്റീവാണ് പോസിറ്റീവാണ്. ഞാനൊരു സ്ഥാനാർത്ഥിയാണ്, ഞാൻ ഗുരുവായൂർ പോകുന്നു. ഗുരുവായൂർ ഞങ്ങൾക്കെല്ലാവർക്കും, എനിക്ക് ഒരു പുണ്യസ്ഥലമാണ്. എൻ്റെ എത്രയോ കൊല്ലമായിട്ട് ഞാൻ ചെറിയ കുട്ടിയായിട്ട് പോകുന്ന ഒരു അമ്പലം ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഞാനൊരു കാൻഡിഡേറ്റ് പറയുമ്പോൾ അത് എന്ത് ബാക്ക്ഡ്രോപ്പിലാണ് ഞാൻ പറയുന്നത്? ശബരിമല കൊള്ള നടക്കുന്നു, ഗുരുവായൂരും ദേവസ്വത്തിന് കാശ് മിസ്സിംഗ് ആണെന്ന് ഒരു അലിഗേഷൻ വരുന്നു, മറ്റ് എത്ര ക്ഷേത്രത്തിൽ നിന്ന് ഭൂമിയും സ്വർണം ഇതെല്ലാം മിസ്സിംഗ് ആണെന്ന് ഒരു ചർച്ച നടക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഞാനൊരു വിശ്വാസിയാണ്, എന്നെ MLA ആക്കൂ, അതല്ലേ നല്ലത് എന്ന് ചോദിച്ചാൽ എന്താണ് അതിൽ തെറ്റ്? പക്ഷെ അതിലൊരു തെറ്റുമില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല, ഹിന്ദു MLA എന്ന് എടുത്തു അവിടുത്തെ സിറ്റിംഗ് MLAs ചെയ്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ചെയ്തിട്ടില്ലല്ലോ, മതം കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ അല്ലല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. മതമാണെന്ന് പറഞ്ഞ ആരാണ്? മുസ്ലിം ലീഗിന്റെ MLA അല്ലേ? അപ്പോൾ അത് വർഗീയവാദിയല്ലേ? അതിന് അയാളുടെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് മതത്തെ ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. അല്ലല്ല, ഇതിപ്പോൾ മതമല്ലല്ലോ. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഗുരുവായൂർ അല്ല, ഞാൻ ചോദിക്കട്ടെ, വാറ്റിക്കനിൽ ഒരു ഹിന്ദു MP സാധ്യതയുണ്ടോ? മെക്കയിൽ ഒരു ക്രിസ്ത്യൻ അവിടെ പോയിട്ട് ഒരു പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ് ആവാൻ സാധ്യതയുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം എന്താണ് ഇവിടെ? എനിക്ക് ചോദിക്കാൻ പറ്റില്ലേ? ഞാനൊരു വിശ്വാസിയാണ്, എന്നെ MLA ആക്കുമെന്ന് ചോദിക്കാൻ പറ്റില്ല. ഗുരുവായൂർ മണ്ഡലത്തിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. പക്ഷെ അത് പുണ്യസ്ഥലം ആരുടെയാണ്? പക്ഷെ പുണ്യസ്ഥലമാണെന്ന് വെച്ചാൽ അവിടെ നാനാജാതി മതസ്ഥരും ജീവിക്കുന്ന ഒരു മണ്ഡലമാണ്. ചോദിച്ചാൽ അതെങ്ങനെയാണ് ഇത്ര സെൻസിറ്റീവ് ആവേണ്ട ആവശ്യം എന്താണ്? ഒരു ചർച്ച നടത്താൻ പാടില്ലേ? ഇത് എന്തൊരു ഒരു ലോ ത്രെഷോൾഡ്. ഞാനിത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു സംശയം, ഇതെന്താണ് എല്ലാവരും ചാടിത്തുള്ളി പറയുന്നത്? ഇദ്ദേഹം ഗോപാലകൃഷ്ണൻജിയുടെ ഒരു രീതിയുണ്ട്, പ്രൊവോക്കേറ്റീവ് സ്പീച്ചസ് എല്ലാം ഉണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ എന്താണ് തെറ്റ്? മെത്തേഡെല്ലാം വിടൂ. അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഒരു തെറ്റ് കാണുന്നില്ല. എന്താണ് ഞാൻ പറഞ്ഞത്? ഞാനിപ്പോൾ ശബരിമലയിൽ മത്സരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ശബരിമല മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷൻ ഞാൻ പറയും, ആ അമ്പലം ഇരിക്കുന്ന സ്ഥലത്തിൽ ഞാനല്ല ഒരു നല്ല കാൻഡിഡേറ്റ്, കാരണം ഞാൻ വിശ്വാസിയാണ്. വിശ്വാസം ശരിയാണ്, പക്ഷേ ഹിന്ദു എന്ന് എടുത്തു പറയുകയും മറ്റു മതസ്ഥർ ഇവിടെ ഉണ്ടായിട്ട് അവർ MLA ആയിട്ട് വന്നിട്ട് ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ തമ്മിൽ അങ്ങനെ വലിയ ഡിബേറ്റ് ഞാൻ അതിൽ വലിയ തെറ്റൊന്നും കാണുന്നില്ല. ശരിയാണ്, അത് ഹിന്ദു യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് മുസ്ലിംസിന് അതിന് ഒരു ഫിയർ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യണം. പക്ഷേ ഇതിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. ഗുരുവായൂർ ഹിന്ദുക്കൾക്ക് ഒരു വലിയ സ്ഥലമാണ്. അതിൽ ആര് താമസിക്കുകയാണെങ്കിലും അത് ആർക്കൊരു
അതിനെ കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും വന്ന് താമസിക്കട്ടെ, എല്ലാ മലയാളികൾക്കും അവകാശമുണ്ട്. അവിടുത്തെ MLA എനിക്ക് ആവാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു വിശ്വാസിയാണെന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ട്. പക്ഷേ കേസ് വന്നിട്ടുണ്ട് ഇപ്പോൾ. അല്ല, കേസ് ഫൈറ്റ് ചെയ്യട്ടെ. അതുകൊണ്ടാണ് ഈ ഡമ്മി സ്ഥാനാർത്ഥിയെ നിർത്തിയത്. കാരണം അതിനെക്കുറിച്ച് എനിക്കറിയില്ല, ഡമ്മിയും അറിയില്ല, കേസിനെ കുറിച്ച് അറിയില്ല. കേസിൽ മെറിറ്റ് ഉണ്ടെങ്കിൽ ഗോപാലകൃഷ്ണൻ അത് ഡിഫെൻഡ് ചെയ്യട്ടെ. പക്ഷേ ഞാൻ ഇപ്പോൾ പത്മനാഭസ്വാമി ടെമ്പിളിന് മുമ്പ് പോയിട്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ പത്മനാഭസ്വാമി അമ്പലത്തിൻ്റെ വിശ്വാസിയാണ്, ഈ ഒരു നിയോജക മണ്ഡലത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആവാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് വോട്ട് തരണം, കാരണം ഞാനൊരു പത്മനാഭസ്വാമി അമ്പലത്തിൻ്റെ വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? അത് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അതൊരു അപ്പോൾ നമ്മൾ സബ്സ്റ്റൻസിൽ ഹിന്ദു വരണം അല്ല, അത് നോക്കൂ, അത് കുറച്ച് കൂടുതൽ ഇന്റർപ്രിട്ടേഷൻ താങ്കളുടെ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. ഞാനത് വീഡിയോ ഇന്നലെ രാത്രി ഒരു 10:30 മണിക്ക് രാത്രി കണ്ടു. കാരണം എനിക്ക് മൊത്തം തിരുത്തേണ്ട ആവശ്യമില്ല. അല്ല, തിരുത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കേസ് ഫയൽ ചെയ്തല്ലോ, ഇനിയിപ്പോൾ കേസ് കണ്ടിന്യൂ ചെയ്യട്ടെ. അത് ആ വഴി നമുക്ക് ബിജെപിയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് അത് ഇത്തവണത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ഞങ്ങളെ മലയാളി ഔട്ട്റീച്ച് ഞങ്ങൾക്ക് ഗുണം ചെയ്യും. ഞങ്ങൾ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് മാത്രമല്ല, മുസ്ലിം ഔട്ട്റീച്ചും ചെയ്തിട്ടുണ്ട്, പിന്നെ ഹിന്ദു എല്ലാ സമുദായത്തിനും ഔട്ട്റീച്ച് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു സംശയമില്ല. ഞങ്ങൾ ഈ വികസന സന്ദേശം ഇപ്പോൾ എൻ്റെ 1 കൊല്ലം കഴിയാനായി. നാളെയാണ് എൻ്റെ 1ാമത്തെ കൊല്ലം ഫിനിഷ് ആവുന്നത് സംസ്ഥാന പ്രസിഡന്റ് ആവുമ്പോൾ ഞാൻ അന്നൊരു വാഗ്ദാനം കൊടുത്തതാണ്. ഞങ്ങൾ ഈ നാട്ടിൽ വികസന സന്ദേശം എല്ലാ വീട്ടിൽ പോയി പറയും. ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്, ഞങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ വീടായിട്ട് പോയി പറയും. അതിൻ്റെ ഗുണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇനിയും കിട്ടും. കാരണം ഞങ്ങൾ ആത്മാർത്ഥമായി നാട്ടിൽ മാറ്റം കൊണ്ടുവരാനും നാടിനെ വികസിത കേരളമാക്കാൻ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിന് ഞങ്ങളുടെ ഒരു താല്പര്യവും കഴിവുണ്ട് എന്ന് ഞങ്ങൾ കൃത്യമായി പറയുന്നു. അത് മുസ്ലിംസിനും ബെനിഫിറ്റ് ഉണ്ട്, ക്രിസ്ത്യൻസിനും ബെനിഫിറ്റ് ഉണ്ട്, ഹിന്ദുക്കൾക്കും ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ തീരദേശ മേഖലയിൽ ജനങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ട്, മലയോര മേഖലയിലും ജനങ്ങൾക്ക് അത് ആവശ്യമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കാണുന്നില്ല. ഞാൻ ഈ പാർട്ടീഷൻ ചെയ്ത് ചെയ്യുന്ന രാഷ്ട്രീയക്കാരനല്ല. പക്ഷെ താങ്കൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ തോറ്റത് അങ്ങനെ ആ രീതിയിൽ ചിന്തിച്ചതുകൊണ്ടാണ്, ജനങ്ങൾ ചിന്തിച്ചതുകൊണ്ടാണ്. ഒരു വിഭാഗം ഞാൻ അങ്ങനെ മാറാൻ പോകുന്നില്ല. എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ രാഷ്ട്രീയവും ആദ്യം മുതൽ ഇന്ന് വരെ അങ്ങനെയാണ്. ഞാൻ ജയിക്കാൻ എൻ്റെ പ്രിൻസിപ്പിൾസ് കോംപ്രമൈസ് ചെയ്യുന്ന ആളല്ല. അങ്ങനെ എനിക്ക് ജയിക്കേണ്ട താല്പര്യമില്ല. അങ്ങനെ എന്ത് കോസ്റ്റ് കൊടുത്തിട്ടും ജയിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. BJPക്ക് അങ്ങനെ താല്പര്യമില്ല. നേമത്ത് താങ്കളും വി ശിവൻകുട്ടിയും തമ്മിലാണല്ലോ നേർക്കുനേർ മത്സരം അല്ലേ? അവിടെ 3-way ഫൈറ്റാണ്. കോൺഗ്രസ് കാൻഡിഡേറ്റും ഉണ്ട്, ശിവൻകുട്ടി യുജിയും ഉണ്ട്, ഞാനും ഉണ്ട്. ജനങ്ങൾ തീരുമാനിക്കട്ടെ ആരാണ് ജയിക്കാൻ പോകുന്നത്. ശരി, നന്ദി. എന്തായാലും നമസ്കാരം.